കുമ്പളങ്ങി വില്ലേജ് ഓഫീസിൽ സമയത്തിന് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന് പരാതി. കുമ്പളങ്ങി വില്ലേജ് ഓഫീസിൽ സമയത്തിന് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാവുന്നില്ലെന്ന പരാതി ശക്തമാവുന്നു. കുമ്പളങ്ങി വില്ലേജ് ഓഫീസറുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. സർട്ടിഫിക്കറ്റുകൾ വിവിധ ആവശ്യങ്ങൾക്കായി സമയബന്ധിതമായി തന്നെ നൽകേണ്ടതുണ്ട്. ഓൺലൈൻ വഴിയാണ് സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത്. എന്നാൽ വില്ലേജ് ഓഫീസർ സമയാസമയം ഇത് വെരിഫൈ ചെയ്തു വിടുന്നതിൽ അനാസ്ഥ കാണിക്കുന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. 13-ാം തീയതി തിങ്കളാഴ്ച അപേക്ഷ കൊടുത്തതാണ്. അപേക്ഷ കൊടുത്തിട്ട് 2 ദിവസമായിട്ട് മെസ്സേജ് ഒന്നും കണ്ടില്ല. അപ്പൊ ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോ വില്ലേജ് ഓഫീസർ ഇല്ല, ലീവാണെന്ന് പറഞ്ഞു. പിറ്റേ 2 ദിവസം അടുപ്പിച്ച് വന്നു. അപ്പൊ പറഞ്ഞു പകരം ചാർജ് പള്ളുരുത്തി വില്ലേജ് ഓഫീസർ കൊടുത്തിട്ടുണ്ട്, അവിടെ ചെല്ലി നാളെ 10 മണിക്ക് ചെന്നാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. 10 മണിക്ക് പിറ്റേ ദിവസം പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു സാറ് ലീവാണ്, ഇന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ തിരിച്ചു പോന്നു. ആ സാറിനെ 2 ദിവസം ഞാൻ സാറിന്റെ ഓഫീസ് നമ്പറിൽ വിളിച്ചു സാറെ ഞാൻ കുമ്പളങ്ങിയതാണ്, ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ടൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ നോക്കാന്ന് പറഞ്ഞു ജസ്റ്റ് ആ ഒരു വാക്കുകൊണ്ട് സാർ നോക്കി. വീണ്ടും വിളിച്ചു. അപ്പോൾ സാർ നോക്കാൻ സമയം ഉണ്ടല്ലോ നോക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. എനിക്ക് നാളെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പൊ അവര് താലൂക്കിലേക്ക് അയച്ചിട്ട് റിട്ടേൺ വന്നു. വെരിഫിക്കേഷന് ഞാൻ ചേർത്തല താലൂക്കിൽപ്പെട്ട ആളാണ്. അവിടുത്തെ വില്ലേജ് ഓഫീസിൽ നിന്ന് വെരിഫിക്കേഷൻ ചെയ്തെങ്കിലേ അവളുടെ മാതാപിതാക്കളുടെ പേരില് ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതൊക്കെ കാണിച്ചെങ്കിൽ മാത്രമേ ശരിയാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം. ഈ കടക്കരപ്പള്ളി വില്ലേജിൽ നിന്ന് എനിക്ക് വെരിഫൈ ചെയ്തിട്ട് ഇവിടുന്ന് കൊച്ചി താലൂക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഇതിനു മുന്നേ അത് വെച്ചിട്ടാണ് ഇപ്പൊ അപേക്ഷിച്ചേക്കണത്. കാരണം ഈ 22-ൽ കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലും വില്ലേജ് ഓഫീസിൽ അനാസ്ഥ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. CPIയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഇവിടെ തർക്കം ഉടലെടുത്തിരുന്നു. ഒടുവിൽ സർട്ടിഫിക്കറ്റ് വൈകുന്നേരത്തോടെ അനുവദിച്ചെങ്കിലും വില്ലേജ് ഓഫീസറുടെ അനാസ്ഥയാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വൈകാൻ കാരണമെന്ന ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. വില്ലേജ് ഓഫീസിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി കഴിഞ്ഞ 13-ാം തീയതി അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ്. ഈ വില്ലേജ് ഓഫീസിൽ ഈ കുട്ടിക്ക് നാളെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കേണ്ട, അതായത് 21-ാം തീയതി ജോലിയുടെ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ട ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടി 13-ാം തീയതി ഇവിടെ അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ്. 13-ാം തീയതി അപേക്ഷ കൊടുത്ത് ഇവിടെ വില്ലേജ് ഓഫീസർ എടുത്ത് അപേക്ഷ കൊടുത്ത് ആ അപേക്ഷ ഓൺലൈനിലായിട്ട് തഹസീൽദാർക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇന്ന വരെ ഈ വില്ലേജ് ഓഫീസിൽ കയറി അടക്കി ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നാളെ തരാം, ഇന്ന് തരാം, മറ്റന്നാൾ തരാം. ഇവിടെ വില്ലേജ് ഓഫീസർ ഇല്ല, ഒരാഴ്ചയായിട്ട് ഇവർ ലീവാണ്. ആ ലീവിന് പകരമായിട്ട് ഒരാളെ പള്ളിരുത്തി എന്ന് ചുമതലപ്പെടുത്തിയിട്ടാണ്. ചുമതലപ്പെടുത്തിയ ആളുടെ അടുത്തും ഈ കുട്ടി ചെന്നതാണ്. അത് എനിക്ക് ചെയ്തു കഴിഞ്ഞ ആഴ്ച പോയതാണ്. എന്നിട്ടും ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ട് യാതൊന്നും ചെയ്തില്ല. നാളെ ഈ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചോളം വലിയ പ്രശ്നമാണ് അതിന് മുന്നിൽ. അതിന് ജോലിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കേണ്ടുന്ന സർട്ടിഫിക്കറ്റ് ഇന്ന് ഈ സമയം വരെയായിട്ടും ഈ മണി 4:45 കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ വില്ലേജ് ഓഫീസർ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് അടപ്പിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് വളരെ ന്യായമായിട്ടൊരു കാര്യമാണ്. ഈ വില്ലേജ് ഓഫീസർ ഇവിടെ അടക്കണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ഈ കുട്ടി ഇതിനകത്ത് പുറത്തിറങ്ങില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതാണ് നിരവധിയായ പ്രശ്നങ്ങൾ ഈ വില്ലേജ് ഓഫീസ് നടന്നുകൊണ്ടിരിക്കുക. ഏത് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാലും വളരെ കാലതാമസം നേരിടുകയാണ്. ആളുകളുടെ സേവനങ്ങൾ കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമാണ്. ഈ സാഹചര്യം ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന്റെ അഭയകേന്ദ്രം, അവരുടെ ആശ്രയ കേന്ദ്രമാണ്. ഈ ആശ്രയ കേന്ദ്രത്തിൽ ഈ സാധാരണക്കാരന് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങൾ അതായത് സമയങ്ങളിൽ ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി വില്ലേജ് ഓഫീസർ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ നാളുകളായുള്ള ഒരു പരാതിയായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ലഭിക്കാതെ വില്ലേജ് ഓഫീസ് അടപ്പിക്കുന്ന പ്രശ്നമില്ല. ഇപ്പൊ മണി 5 ആകാൻ വേണ്ടി പോവുകയാണ്. തഹസീൽദാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2-ന് മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്.
കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും. കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി.